ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പണം കൊടുത്തല്ലാതെ ഒരു തരത്തിൽ അവന്റെ വാമുടി കെട്ടാനാവില്ല. പണം അവന് ആവശ്യമായതുകൊണ്ട് ഒരു തരത്തിൽ നിന്ന് പിന്മാറൂല്ല. നന്ദിയില്ലാത്തവൻ. ഇതിന്റെ പേരിൽ എന്തെല്ലാം സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നറിയോ? അയാൾക്കിപ്പോ വലുത് അയാളുടെ മകളുടെ കല്യാണമാണ്. അത് നടത്തി കാണിക്കേണ്ടത് ഒരു കുടുംബ പ്രശ്നമായിട്ട് മാറുകയും ചെയ്തപ്പോ ഇതല്ലാതെ അയാളുടെ മുമ്പിൽ വേറെ വഴിയില്ലാത്ത അവസ്ഥയാ. അതുകൊണ്ട് അയാൾക്കറിയാവുന്ന നാറിയ കളികൾ മുഴുവൻ ഇവിടെ കളിക്കും. മുട്ട നിന്ന നാറുന്നത് നമ്മൾ തന്നെയായിരിക്കും. പിന്നെ അവൻ ഈ അടിയിടിയേറ്റ് പദം വന്നവനായോണ്ട് കയ്യൂക്കിന്റെ ബലത്തിൽ തോപ്പിക്കാനും പറ്റില്ല. മോനെ, അതിനിപ്പോ എന്ത് ചെയ്യണമെന്നാ മോൻ പറഞ്ഞു വരുന്നത്? നമുക്ക് അതുപോലെ ചെയ്യാം. പണം കൊണ്ട് തന്നെ അയാളുടെ വാമുടി കെട്ടേണ്ടി വരും. ചോദിക്കുന്ന എന്തോ അവന്റെ അണ്ണാക്കിലേക്ക് തിരികെ കയറ്റി വെക്കേണ്ടി വരും. ആർത്തിക്കാരനാ, പറഞ്ഞ തുകയ്ക്ക് എന്നെ സെറ്റിൽ ചെയ്യിക്കണം. അത് എത്രയും പെട്ടെന്ന് തന്നെ വേണം. ഇല്ലെങ്കിൽ തുകയിൽ മാറ്റം വരാം. അതിപ്പോ ഉടനെ കാശ് കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും മോനെ? ബാങ്കിൽ നിന്ന് ലോൺ തരപ്പെട്ട് കിട്ടാതെ അയാൾ പറഞ്ഞ തുക ഒപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ ഏക വഴി പുറത്തുനിന്ന് പലിശക്ക് എടുക്കാന്നുള്ളതാ. എന്നിട്ട് ലോൺ കിട്ടുമ്പോ പലിശക്കാരെ സെറ്റിൽ ചെയ്താൽ മതിയല്ലോ. അതിന് പെട്ടെന്ന് ഇത്രയും തുകയൊക്കെ എടുത്തു മറിക്കാൻ പറ്റുന്ന ഏത് പലിശക്കാരനാ നമുക്ക് മുന്നിലുള്ളത്? അല്ലെങ്കിൽ തന്നെയും ചോദിച്ച ഇത്രയും വലിയ തുക എന്തുറപ്പിലാ നമുക്കെടുത്ത് തരുന്നേ? വിശ്വാസത്തിന്റെ പേരിൽ ഈടില്ലാതെ പണം തരാൻ കഴിയുന്ന ഏക ഒരു പലിശക്കാരി ഇന്ന് നമ്മുടെ മുന്നിലുള്ളൂ. സത്യഭാമ. ഞങ്ങളുടെ ആവശ്യത്തിനാന്ന് പറഞ്ഞ സത്യാമ്മ സമ്മതിക്കില്ല മോനെ. വെറുതെ ചോദിച്ച് മുഷിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇതല്ലാതെ നമുക്ക് മുന്നിൽ മറ്റൊരു മാർഗമില്ല. പണത്തിന്റെ ഈടായിട്ട് ഞാൻ കൊടുക്കുന്നത് എന്റെ വാക്കാ. ആ വാക്കിന്റെ പുറത്ത് എന്റെ അമ്മയ്ക്ക് മറ്റൊന്നും പറയാനും പറ്റില്ല. ഈ വേലാതിന്റെ കാര്യത്തിൽ എനിക്കത്ര ഉറപ്പൊന്നുമില്ല. കാശ് വാങ്ങിയിട്ട് അവൻ അവന്റെ തനി സ്വഭാവം പുറത്തെടുത്ത അവനെ കൊന്നിട്ട് ഞാനങ്ങ് ജയിലിലേക്ക് പോകും. അതോടെ തീരുമല്ലോ എല്ലാ പ്രശ്നങ്ങളും. ജയിലിൽ പോവാതിരിക്കാനുള്ള മാർഗങ്ങളാണല്ലോ നമ്മളിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ. ആളമുട്ടിയ ചേരയും കടിക്കുന്നല്ലേ. അവൻ അവന്റെ തനി സ്വഭാവം പുറത്തെടുത്ത ഞാൻ എൻ്റെ നിലപാട് പറഞ്ഞതേ ഉള്ളൂ. ഒരു കൊല ചെയ്താൽ പിന്നെ അതിൻ്റെ അറപ്പ് മാറിയെന്നല്ലേ പറയുന്നത്. കാരണം ഒന്ന് ചെയ്താലും രണ്ട് ചെയ്താലും കിട്ടാൻ പോകുന്ന ശിക്ഷയുടെ കാഠിന്യം ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണ്. വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും. ഗോപാലേട്ടാ, ശരതമേ, കുറച്ച് വെള്ളം വേണമായിരുന്നു. വല്ലാത്തൊരു ദാഹം. മോനെ നകത്തോട്ട് വാ, ഞാൻ ചായ എടുക്കാം. അല്ല, ചായ ഒന്നും വേണ്ട, എനിക്ക് കുറച്ച് വെള്ളം മതി. എനിക്ക് വെള്ളം ദാഹിച്ചിട്ടല്ല ശാരദമേ, ഞാൻ ഇവിടുന്ന് ഒഴിവാക്കിയതാ. ഒരാളെ അറിയിക്കാതെ ഉള്ളിക്കൊണ്ട് കൊടുക്കുന്ന സത്യം ഉണ്ടല്ലോ, ഇപ്പൊ ശാലിയുടെ അച്ഛനോട് പറയണം. നസീറിന്റെ ബോഡി എവിടെ കുഴിച്ചിട്ടിരിക്കുന്നത്? അത് പിന്നെ മോനെ, ശാലിയുടെ അച്ഛൻ പറഞ്ഞു നോക്കൂ. പറയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല.